എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസുമായിട്ടാണ് കേട്ടോ. എത്ര അറിയില്ല എന്നുള്ളവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പേപ്പർ ഫ്ലവറാണിത്. നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. വേറെ 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനും കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് 2 കളറുള്ള പേപ്പറാണ്. പിന്നെ നമുക്കൊരു സ്കെയിൽ, ഒരു പെൻസില്, പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശ. ഇപ്പം നമുക്ക് ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഗൺ ഗ്ലൂ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണെങ്കിൽ ഒട്ടും വിട്ടുപോരില്ല. പേപ്പർ ഇതായാലും മതി, ഫെവിക്കോൾ ആണെങ്കിലും മതി എന്നുള്ളതാണ്. കാരണം പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടും. പിന്നെ നമുക്കൊരു കത്രികത്രയാണ് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ യെല്ലോ കളറുള്ള പേപ്പറാണ്. അപ്പോൾ അത് നമുക്ക് അകത്തെ പൂമ്പൊടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു യെല്ലോ കളർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ 3.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ സ്കെയിലിൽ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് എത്ര വലിപ്പത്തിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന അളവ് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മാത്രം മതി. ഇപ്പം 2 ഇഞ്ചാണ് ഇപ്പോൾ എടുക്കുന്നത് എങ്കിൽ നമ്മൾ അടുത്ത ഇതിനെടുക്കുമ്പം അത് ഇരട്ടിയായിട്ട് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ആദ്യമേ ഈ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഈ നീളം ഒന്നും കറക്റ്റായിട്ട് നോക്കണ്ട. നമ്മളൊരു A4 പേപ്പർ എടുക്കുമ്പം അതിൻ്റെ ആ ഒരു നീളം എത്രയാണോ അത്രയും തന്നെ എടുക്കുക. അല്ലാതെ കൂട്ടിയോ കുറച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിത് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു യെല്ലോ കളർ പേപ്പർ നമ്മൾ 2ആയിട്ട് മടക്കുകയാണ്. അതായത് സെൻറ്റർ കണക്കാക്കി ജസ്റ്റ് ഒന്നുകൂടി മടക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ഫോൾഡ് വശം, ഒരു ഓപ്പൺ വശമാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഫോൾഡ് വശം ആണ് നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 2ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ 2ആയിട്ട് മടക്കണ സമയത്ത് ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇത് കണ്ടില്ലേ, ഒരു വശം ഫോൾഡാണ്, അതുപോലെ തന്നെ ഒരു വശം ഓപ്പൺ ആണ്. അപ്പോൾ ഞാനത് വീണ്ടും സെൻറ്റർ കണക്കാക്കി ഒന്നുകൂടി മടക്കുവാണ്. അത് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മടക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫോൾഡായിട്ടുള്ള വശത്തു നിന്നുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫോൾഡായിട്ടുള്ള വശത്തു നിന്നും മറ്റേ വശത്തേക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കുരുകുരാന്നങ്ങ് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് മുകളിലൊരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1/4 സെൻറ്റിമീറ്ററോ ഒക്കെ നമുക്കത് മുകളിൽ ഇതുപോലെ വിട്ടതിന് ശേഷം കുരുകുരാന്ന് നമ്മൾ ഈ പേപ്പർ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അറ്റം നമ്മളിങ്ങനെ മടക്കി വരുവാണ്. അപ്പോൾ ആ മടക്കി വരുമ്പോൾ നമ്മൾ പശ ആദ്യമേ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് മടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിലൊരു 1/4 ഇഞ്ച് ഒരിത്തിരി സ്ഥലം നമ്മൾ സ്പേസ് വിട്ടിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു പശ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഇതെന്താ ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ പേപ്പറൊക്കെ ചുരുട്ടിയെടുക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. ഇതാ നമ്മുടെ പൂമ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി നമ്മളിതിൻ്റെ പുറമേ ഉള്ള ഇതളില്ലേ, ഇതള് ഭാഗം വരുന്നതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബ്ലൂ കളറ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മൾ ആദ്യം നമ്മളെടുത്ത് പൂമ്പൊടിക്കായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ 3.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എതളിനായിട്ട് എടുക്കുന്നത് 7 സെൻറ്റിമീറ്ററാണ് കേട്ടോ. അതായത് നമ്മൾ പൂമ്പൊടിക്ക് എടുത്തതിൻ്റെ അളവിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മൾ എതളിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെൻറ്റർ വെച്ച് ഒന്ന് മടക്കുവാണ്. മടക്കിയതിന് ശേഷം വീണ്ടും സെൻറ്റർ വെച്ച് ഒന്നുകൂടി മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുരുകുരാന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മുകളിലൊരല്പം സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗം തൂത്ത് കൊടുക്കുവാണ്. ഗം പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പൂമ്പൊടിയില്ലേ, ആ പൂമ്പൊടി നമ്മൾ ഇതിനകത്ത് വെച്ച് ജസ്റ്റ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. നമ്മുടെ പേപ്പർ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഇതളൊക്കെ ഒന്ന് ഭംഗിയായിട്ടിരിക്കണ്ടേ. ഇപ്പോൾ ഒരു ചുമ്മാ അങ്ങനെ അടിഞ്ഞു കൂടി ഇരിക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുക ചുറ്റോട് ചുറ്റും. ഉണ്ടല്ലോ, പതിയെ വളച്ച് കൊടുക്കുകയാണ്. നമ്മൾ പേപ്പർ ആണെന്നുള്ള ഒരു ഓർമ്മയിൽ തന്നെ ചെയ്യണം. ഒരുപാട് അമർത്തിയൊന്നും വളച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഇതളൊക്കെ ഒന്ന് വിടർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഏറ്റവും കുഞ്ഞിതായിട്ട്, അതായത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഫ്ലവറിൻ്റെ ഭംഗി കൂടും. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഭംഗി വരിക കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപകാരപ്രദമായിക്കോട്ടെ എന്നോർത്ത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.